പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞു ഫോണുമായിട്ട് സ്വാഗതം പറയുകയാണ്. ഞാനിപ്പം നിൽക്കുന്നത് ഇക്കിത്തോസ് വിമാനത്താവളത്തിലാണ്. എനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ നിങ്ങൾക്കറിയാം. എനിക്ക് സമയമില്ല കേട്ടോ. എന്നെ കൊണ്ടാക്കാനായിട്ട് എൻ്റെ സുഹൃത്ത് വന്നിട്ടുണ്ട്, ഇവിടെ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിമാനത്തിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ വിമാനം. അവിടെ കുറേ കുഞ്ഞു വിമാനങ്ങൾ, അവിടെ ഹെലികോപ്റ്റർ. ഒരു കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ. ഇക്കിത്തോസ് വിമാനത്താവളത്തിൽ നിന്നാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. ഫ്ലൈറ്റ് ലാൻഡായി. ഞാൻ നേരെ ബാഗേജ് കൗണ്ടറിലോട്ട് പോവാണ്. എന്നെ ഇവിടെ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു മലയാളി ഒരു സിസ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ എന്തോ വർക്ക് ചെയ്യുന്ന സിസ്റ്ററാണെന്ന് തോന്നുന്നു. അപ്പോൾ സിസ്റ്ററിനെ എന്നെ ആദ്യമായിട്ട് കാണുവാണ്. സിസ്റ്റർ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ. സിസ്റ്റർ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വരുവാണ്. വാ 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 എൻ്റെ ബാഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സിസ്റ്റർ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വന്നു. എന്നെ സിസ്റ്റർ വിളിക്കാൻ വേണ്ടി വന്നു. സിസ്റ്റർ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം കുറച്ച് നല്ല ഭക്ഷണങ്ങൾ കണ്ടു. ഇവിടെ അവക്കാഡോ, ബ്രെഡ്, ഇതെന്താ സിസ്റ്റർ? പപ്പായ, പിന്നെ ഇവിടെ നമ്മുടെ മുട്ട. സിസ്റ്റർ ഹായ്. എന്തുണ്ട്? താങ്ക് യു സോ മച്ച്. No, you are welcome. You're most welcome to our house. Okay. I didn't expect anything, you know. I didn't expect you coming to pick me up from the airport and bringing me here. Thank you so much. No, with much pleasure we do that. After all, we are all Indians. Do you want to introduce yourself? I'm Sister Pushpa. I belong to the congregation Sisters of the Cross of Shavano. I'm here in Peru, 31 years, and working as a missionary. I'm with other sisters also. We are 4-5 sisters are here at present. Kerala sister? All of us are from Kerala and from not Kerala, from India but different states. Kerala, Tamil Nadu. Thank you so much, sister. ഇവിടെ ലാറ്റിൻ അമേരിക്കയിൽ 31 വർഷമായി കേട്ടോ. Thank you. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ലേ ലഡാക്കൊക്കെ പോലെ തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ മലനിരകൾ. ഞാനിനി എംബസിയിലോട്ട് പോവാണ് പാസ്പോർട്ടിൻ്റെ വർക്കിനായിട്ട്. അയ്യോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നെ ആളുകൾ സ്നേഹം കൊണ്ട് മൂടുമെന്ന്. അതുപോലെ ഇപ്പം സ്നേഹം കൊണ്ട് മൂടുകയാണ് കേട്ടോ. സിസ്റ്റർ 61 വയസ്സുണ്ട്. ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തതാണ്. സിസ്റ്റർ ഓരോ സംസാരത്തിൽ തന്നെ എന്നെ ഭയങ്കര ഒരു ടേക്ക് കെയറിങ് ആണ് കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെയാണ് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഇത്രയും അഡ്വഞ്ചർ ചെയ്ത് വന്ന നിനക്ക് എന്നെ വന്ന് എയർപോർട്ടിൽ ഒന്ന് വിളിച്ചു, വന്ന് ഭക്ഷണം നൽകി, ഇതാണ്ട് ഇപ്പം വന്ന് ടാക്സി കയറ്റി വിട്ടു. ഞാൻ എംബസിയിലോട്ട് പോവാണ്. എന്ത് സ്നേഹം കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇനി എംബസിയിലോട്ട് പോട്ടെ, എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം ശരിയാക്കട്ടെ. അവിടെ വേറെ കുറേ സിസ്റ്ററുണ്ട് കേട്ടോ. വേറെ 2 മലയാളി സിസ്റ്ററുണ്ട്, പിന്നെ 2 തമിഴ്നാട് സിസ്റ്ററുണ്ട്, പിന്നെ ഇന്നൊരു സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്നത് തിരിച്ച് കേരളത്തിലോട്ട് പോയി. അപ്പോൾ ഇവിടെ വേറെ അച്ഛന്മാരൊക്കെ ഉണ്ട്. അച്ഛന്മാരെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അച്ഛനൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. കണ്ടില്ല കേട്ടോ, അച്ഛൻ വേറെ സ്ഥലത്താണ്. ഇൻഡ്രൈവ് ഉണ്ട്, നമ്മുടെ യൂബർ ഉണ്ട്, പിന്നെ ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളുണ്ട്. വേറെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം കേട്ടോ. പെറുവിൽ നിങ്ങൾ കണ്ട ആമസോൺ ഭാഗത്തിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം. ഇവിടെ നമ്മുടെ ബസ്സിന് വേണ്ടി വേറെ ലൈനുണ്ട് കേട്ടോ. അവിടെ ബസ്സിന് വേണ്ടി മാത്രമായിട്ട്. ഇവിടെ എന്ത് ചൂടാ നോക്കിക്കേ. അയ്യോ, പൊള്ളുന്നു. ഇവിടെ എന്തോ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് എന്തോ നടക്കുക. ഇപ്പോൾ ട്രാഫിക് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഉച്ചയായിട്ട് ഇത്രയും ട്രാഫിക് ഉണ്ട്. ഇപ്പം വൈകുന്നേരം ആണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ ഇവിടുത്തെ ലിമയുടെ നമ്മുടെ ഇന്ത്യൻ എംബസിയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എംബസിയുടെ മുന്നേൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെയൊക്കെ കുറേ ഇതൊക്കെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി. എംബസിയിൽ നിന്ന് കഴിഞ്ഞു പരിപാടി. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ എംബസിയിലുള്ള സ്റ്റാഫൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് നിനക്ക് ചെയ്തു തരാം, 2 ആഴ്ച എടുക്കും. എമർജൻസി സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലോട്ട് പോകണമെങ്കിൽ നിനക്ക് നാളെ വേണമെങ്കിൽ നാളെ ചെയ്തു തരാം, ഇന്ന് വേണമെങ്കിൽ ഇന്ന് ചെയ്തു തരാം, പക്ഷേ നീ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള എംബസിക്കാർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ബസ്സാണ്. ഞാൻ ബസ്സിൽ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ലേ ലഡാക്കൊക്കെ പോലുള്ള ഒരു
എന്താ പറയുക, ഒരു ക്ലൈമറ്റിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ രീതി, എന്താ പറയുക, ചുടുകട്ട വെച്ചിട്ടുള്ള വീടുകൾ, പൂശിയിട്ടില്ല, സിമൻറ്റ് വെച്ച് പൂശിയിട്ടില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ ഡൽഹിയിൽ യു പിയിലൊക്കെ കാണുന്ന പോലത്തെ കുറേ വീടുകൾ, അല്ലെങ്കിൽ നമ്മുടെ മൗണ്ടനിലുള്ള കുറേ വീടുകൾ, കറക്റ്റ് നമ്മുടെ ലഡാക്ക് ലേയിലുള്ള വീടുകളൊക്കെ പോലെ. ഇന്ത്യ ഇന്ത്യ പ്രീമിയർ ദിയ അക്കി. ഞാൻ എവിടെ നിന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ തപ്പുന്ന കണ്ടപ്പോൾ അമ്മ വെച്ച് ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ ടിക്കറ്റ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പ്രൈവറ്റ് ബസ്സിലെ ടിക്കറ്റ്. എൻ്റെ അടുത്ത് എന്തൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ് ഈ ചേച്ചി. എൻ്റെ അടുത്ത് കുറേ നേരമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ബസ്സിൽ കുറേ ആൾക്കാർ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് കയറുന്നുണ്ട്. എൻ്റെ അടുത്ത് നീ സുരക്ഷിതമായിരിക്കണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ക്രൈം ഇൻ പ്ലാസ. ഞാൻ പോകുന്ന സ്ഥലത്തുള്ള ക്രൈം സുരക്ഷിതമായിരിക്കണം. അയ്യോ, എനിക്ക് മുട്ടായൊക്കെ തന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ. ഇവർ പുറകിലിരിക്കുന്ന അമ്മമ്മയും ഇവിടെ ഇരിക്കുന്ന ചേച്ചിയും. ചില ആളുകൾ വെറുതെ വന്ന് ഡ്രസ്സിൻ്റെ കസേരയൊക്കെ തുടയ്ക്കും കേട്ടോ. കസേര സംഭവങ്ങളെല്ലാം തുടച്ചിട്ട് പൈസ വാങ്ങാനാണ്. ഞാൻ ബസ് എടുത്തിട്ട് ഇവിടുത്തെ ഒരു വലിയൊരു മാളിലോട്ട് വന്നിരിക്കുകയാണ്. ക്ഷമിക്കണം, എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയൊക്കെ വളരെ മോശമായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് വളരെ ഒരു കുഞ്ഞു ഫോണിലാണ്, അതുകൊണ്ട് വളരെ മോശമായിരിക്കും കേട്ടോ. അതിന് ഞാൻ ക്ഷമ ചോദിക്കുവാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മോള്. ഇവിടുത്തെ ഒരു വലിയൊരു മോളാണ്, നോർത്തെ പ്ലാസ. ഞാനിവിടെ വീട്ടിൽ തിരിച്ചു വന്നു. ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. എന്നെ നല്ലപോലെ നോക്കുന്ന വേറെ സിസ്റ്ററുണ്ട്. സിസ്റ്ററിന് ഹായ് പറയണ്ടാന്ന് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല. ഹായ് പറയുന്നില്ലല്ലോ സിസ്റ്റർ? പറയുന്നു. ഓക്കെ, ഹായ് സിസ്റ്റർ. പേരെന്താ? സ്റ്റാഷ. എവിടെയാ നാട്ടില്? കോട്ടയത്ത്. കണ്ടതിൽ വളരെ സന്തോഷം. സിസ്റ്റർ ഹായ് പറയുന്നോ? സിസ്റ്റർ എവിടെയാ? എങ്കെന്നാ? കന്യാകുമാരി. ഞാൻ വന്ന് തിരുവനന്തപുരം താ, നെടുമങ്ങാട്. Happy to see you too. Thank you so much for taking care and thank you so much. അപ്പോൾ എൻ്റെ ഇവിടെ സ്റ്റാർട്ടറാണ് കേട്ടോ. ഇനി ഇവിടെ ലഞ്ച്. അല്ല, സിസ്റ്ററാ പറഞ്ഞത് ഇത് സ്റ്റാർട്ടറാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചോറ്, ടർക്കി, നമ്മുടെ നാട്ടിലെ പോലത്തെ പയറ് ഭക്ഷണം. താങ്ക് യു സിസ്റ്റർ, എഗെയിൻ ആൻഡ് എഗെയിൻ. സിസ്റ്റർ എക്വഡോറിൽ നിന്ന് വന്നതാണ് കേട്ടോ. താങ്ക് യു. ദിവസം പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കിടന്നു. സിസ്റ്റർ ഗുഡ് മോർണിംഗ്. ഇവിടെ രാവിലെ പുട്ട്, എനിക്ക് വേണ്ടി സ്പെഷ്യലാണെന്ന് തോന്നുന്നു പുട്ട്. അതെ, താങ്ക് യു സോ മച്ച്. ഇവിടെ പഴം, ഓംപ്ലേറ്റ്, കോഫി. ഞാനിനി നേരെ എംബസിയിലോട്ട് പോവാണ്. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ എംബസിയിലോട്ട് പോവാണ്. ഞാനങ്ങനെ നമ്മുടെ എംബസിയിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. എനിക്ക് രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നുകിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എനിക്ക് ഇന്ത്യയുടെ അലാറം കേൾക്കുന്നുണ്ടല്ലോ, വീഡിയോ എടുക്കുന്നുണ്ട് ഇന്ത്യൻ എംബസിയുടെ അടുത്തത്. എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇന്ത്യയിലോട്ട് പോവാം. ബട്ട് ഇന്ത്യയിലോട്ട് പോകുന്നതിന് 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ വിമാന ടിക്കറ്റ്. അതുകൊണ്ട് പോകാൻ പറ്റില്ല, എൻ്റെ പാസ്പോർട്ട് ഡാമേജ് ആയി. അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ടിന് ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അവർ പറഞ്ഞു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പുതിയ പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം. അതിന് 15,000 രൂപ അതിന് ചിലവാകും. അത് മതി കേട്ടോ, കാരണം എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ള ഇതൊന്നുമില്ല. പുതിയ ഫോൺ വാങ്ങണം, ക്യാമറ വാങ്ങണം. ഞാൻ എംബസിയിൽ വന്ന് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എംബസിയിൽ $150, $152, $2 ഞാനിപ്പോൾ ചേഞ്ച് വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ $200 ബാക്കിയുണ്ട്. ആ ഡോളർ ഞാൻ എംബസിക്ക് കൊടുക്കുവാണ് കേട്ടോ. ഇനി ബാക്കി എൻ്റെ കയ്യിലുള്ളത് $50, ഒരു 5,000 രൂപയും പിന്നെ ഒരു 10-15,000 ഇവിടുത്തെ ലോക്കൽ മണി. ഞാൻ നമ്മുടെ എംബസിയിൽ പോയിട്ട് വന്നു. ഞാൻ നമ്മുടെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു. സിസ്റ്ററിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. സിസ്റ്റർ ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് കേട്ടോ. ഇവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്.
സിസ്റ്ററെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വേറെ കുറേ സിസ്റ്ററുണ്ട്, ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ സ്കൂള്, സിസ്റ്റർ വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. ഇവിടെ ഞാൻ എൻ്റെ ഒന്ന് താടിയൊക്കെ നേരാക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ഫുട്ബോൾ ഉണ്ട്, ഇവിടെ ആരാധകർ ഭ്രാന്ത് പിടിക്കുകയാണ്. ഞാൻ നടക്കുന്നതിൻ്റെ വളരെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് മാത്രമാണ് എടുക്കുന്നത്. ഇന്ന് മൂന്നാമത്തെ ദിവസം അല്ലേ, തേർഡ് ഡേ വിത്ത് സിസ്റ്ററാണ്. 3 days ഞാൻ ഇവിടെ ആയിരുന്നു. എന്നിട്ട് സിസ്റ്ററിനെ വേറൊരു മലയാളി സിസ്റ്ററുള്ള സ്ഥലത്ത് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. ഞാനപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, ബൊളീവിയൻ ഫ്രണ്ട്, നിങ്ങൾ മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഞാൻ അവിടോട്ട് പോവാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ സിസ്റ്റർ, താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. Thank you for coming. Thank you for being here in the house. We are so happy to have one younger brother with us here. Thank you so much. Okay. All the best. Thank you, sister. ഇവിടെ രാവിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഭയങ്കര തിരക്കാണ്. ഞാനങ്ങനെ ട്രാവൽ ചെയ്ത് ലൂസ്. ¿Cómo estás, Luz? Hola. Bienvenido. Gracias, bro. Gracias. No, ni hablar, un gusto tenerlos. Acá hay que vamos a compartir mucho. Nuestro amigo. അവസാനം വന്ന് കിടക്കുവാണ്. ഏകദേശം 4 ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഈ 4 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ പാസ്പോർട്ട് എടുത്തു, പിന്നെ കുറച്ചുകൂടെ കറങ്ങി, പുതിയ ഫോൺ വാങ്ങണം, അതിനെക്കുറിച്ച് ഞാൻ മാളിലൊക്കെ പോയി നോക്കി. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നോക്കാം എങ്ങനെ ആവുമെന്ന്. ഞാനിപ്പോൾ ഫോണൊന്നുമില്ല കേട്ടോ, നല്ലപോലെ ഉപയോഗിക്കാനായിട്ട്. ഈ കുഞ്ഞു ഫോണിലാണ് ഇപ്പോൾ വീഡിയോസ് എടുത്തത് തന്നെ. അപ്പോൾ എന്തായാലും താങ്ക് യു, കാണാം.